ഇന്നത്തെ കുടുംബശ്രീ ശാരദയുടെ ഫുൾ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന് നമ്മുടെ ശാരദാമ്മ നമ്മുടെ ശാലിനിയോട് പറയുന്ന വലിയൊരു കാര്യമാണ് ഇന്നത്തെ ഹൈലൈറ്റ്. അതായത് ശാരദാമ്മ ചോദിക്കുന്നുണ്ട്, എന്തായി മോളെ, വിഷ്ണുവിൻ്റെ എന്താണ് നിശ്ചയമൊക്കെ ഉറപ്പിച്ചോ? എന്നത്തേക്കാണ്? കല്യാണത്തിന് മുന്നേയൊക്കെ തന്നെ തീയതിയൊക്കെ അറിയാൻ പറ്റത്തില്ലേ? അതിപ്പം അമ്മ എന്തോ ഈ ചോദിക്കുന്നത്? അല്ല, കല്യാണത്തിന് കുറച്ച് ദിവസം മുമ്പേ അറിയാൻ പറ്റുമെന്നില്ല. ഇവിടെ ഒരു ചെറിയൊരു പൊടി കുട്ടിയുണ്ട് ഇവിടെ. അതായത് തൻ്റെ അച്ഛൻ വിദേശത്താണ്, വിദേശത്ത് നിന്ന് വരുന്നതും കണ്ണും നോക്കി കാത്തിരിക്കുന്ന ഒരു പൊടി കുഞ്ഞുണ്ട്. അപ്പം കല്യാണ തീയതി അറിയുവാണെങ്കിൽ അതിനൊക്കെ മുന്നേ തന്നെ ആ കൊച്ചിന് കുറച്ച് വിഷം കലക്കി അങ്ങ് കൊടുത്തങ്ങ് തീർക്കാമല്ലോ എന്ന് പറയും. അമ്മേ എന്തോ എന്ന് ശാലിനി ചോദിക്കുന്നതൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ വലിയ ഹൈലൈറ്റ്. ശ്യാമയാണെങ്കിൽ ശാലിനിയോട് പറയുന്നത്, ചേച്ചി എങ്ങനെയെങ്കിലും കുഞ്ഞേച്ചി ഈ കല്യാണം മുടക്കിയേ പറയുന്നത്. ഞാൻ എങ്ങനെ മുടക്കുന്നത് ചേച്ചി? കുഞ്ഞേച്ചി അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കുഞ്ഞേച്ചി ആരുടെ കാര്യം ആലോചിക്കണ്ട. കുഞ്ഞേച്ചിയുടെ കാര്യം പോലും ആലോചിക്കണ്ട. കുഞ്ഞേച്ചി ആ വിഷ്ണുവായിട്ട് എന്ന പാവത്തിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ആ പാവത്തിൻ്റെ സങ്കടം നോക്കി നിന്ന് സഹിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഈ പറയുന്ന കുഞ്ഞേച്ചിയുടെ കാര്യം നോക്കണ്ട. പിന്നെ കുഞ്ഞേച്ചി നമ്മുടെ സത്യമ്മക്കോളുടെ അച്ഛൻ വേണ്ടേ? അതോ കുഞ്ഞേച്ചി എന്താണ് കുഞ്ഞിന് ദാനം തന്ന പോലെ സ്വന്തം ഭർത്താവിനെ അങ്ങ് ദാനം എന്ന് തികച്ച് പറഞ്ഞില്ല. അവിടം വരെ പറയുന്നത്, ശ്യാമേ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉറക്കത്തിലായാലും മൂടിനകത്തായാലും നീ ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞ പോലെ അറിയാതെ വായിന്ന് വീണ് പോയതാ കുഞ്ഞേച്ചി. അതിൻ്റെ പേര് ഇനി കുഞ്ഞേച്ചി എന്താണ് ഈ തീരുമാനത്തിനൊന്നും ഒരു കാര്യം ഇത് പരിഗണിക്കാതെ ഇരിക്കല്ലേ ചേച്ചി? കുഞ്ഞേച്ചി എങ്ങനെയെങ്കിലും ഈ കല്യാണം ഒന്ന് മുടക്കാൻ നോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ശാലിനി ഇത് ആരും പറയുന്നത് കേൾക്കാൻ വെക്കാതെ ഫോണും കട്ട് ചെയ്യുന്നതൊക്കെയാണ് ഇന്നത്തെ സീരിയലിൻ്റെ വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത്. അപ്പോൾ സ്കൂളിനകത്ത് ടീച്ചർ എന്താണ് വഴക്ക് പറയുകയാണ് പിള്ളേരെ. കാരണം വെച്ചാൽ ഇവർക്ക് പരസ്പരം നോക്കാതിരിക്കാൻ എന്തൊക്കെ സത്യമാവും എന്തൊക്കെ എന്താണ് മതിൽ കെട്ടിയിട്ട് അടച്ചാലും കുട്ടികൾക്കിടയിൽ ആ മതിലൊന്നും വർക്കാകുന്നില്ല. കാരണം അവരുടെ ഹൃദയങ്ങൾക്ക് മതിലില്ലാത്തതുകൊണ്ട്, അവരുടെ സൗഹൃദത്തിന് മതിലില്ലാത്തതുകൊണ്ട്. പിന്നെ എന്തൊക്കെ സൗഹൃദം എന്ന് പറഞ്ഞാലും ഒരു വയറ്റിൽ നിന്ന് ഇത്ര വിനാഴിക വ്യത്യാസത്തിൽ വന്ന കുഞ്ഞുങ്ങളല്ലേ, അവരിനി എന്ത് പറഞ്ഞ് സത്യഭാമയ്ക്ക് പിരിക്കാൻ നോക്കാനാ? അതൊന്നും അവരുടെ മനസ്സുകൾക്ക് തമ്മിൽ പിരിയാൻ പറ്റത്തില്ല. ഒരാൾക്ക് ഒരാളെന്ന് ചങ്ക് പറിച്ചു കൊടുത്താലും കൂടെ നിൽക്കുമെന്ന ഒരു ഉറപ്പിനകത്ത് നിൽക്കുന്നതാണ്. അപ്പം ഇനി ടീച്ചർ വടിയല്ല ചൂലല്ല, ഇനി എന്തൊക്കെ എടുത്താലും അതൊന്നും അവിടെ ഏൽക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇന്ന് കുട്ടികളെ എന്താണ് ഈ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം പരസ്പരം ഇവർ നോക്കുന്ന കാണുമ്പോൾ ടീച്ചറിന് പേടിയും അതിൻ്റെ ഒപ്പം തന്നെ ടീച്ചറിനെ ശകാരിച്ചേ പറ്റത്തുള്ളൂ. കാരണം സത്യഭാമ പറഞ്ഞിട്ട് പോയത് എന്താണ്, ടീച്ചറിന് ഒരു കുടുംബം ഉള്ളതാണ്, ടീച്ചറിൻ്റെ കുടുംബത്തിൻ്റെ കാര്യം കൂടെ നോക്കണമെങ്കിൽ ടീച്ചറിന് ഇവിടെ കുടുംബമായിട്ട് ജീവിക്കണം എന്നുണ്ടെങ്കിൽ ടീച്ചർ എന്താണ് ഈ സ്കൂളിൽ വെച്ച് ഇനി ഈ രണ്ട് കുട്ടികൾ മിണ്ടരുന്നുള്ള കാര്യം അവരുടെ നിഴൽ പോലും പരസ്പരം വിടാൻ പാടില്ലെന്ന് ടീച്ചർ ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് സത്യഭാമ പോയത്. അപ്പം അതിൻ്റെ ഒരു ഓർമ്മയ്ക്കകത്ത് തന്നെ ഈ ടീച്ചറിന് ആ ഒരു പേടിയാണ് ഈ പിള്ളേരെ കാണുമ്പോഴത്തേ. സത്യഭാമേ നിന്നെ അപ്പം ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും രണ്ടുപേരെ കയ്യിൽ ഉത്തരമില്ല. കാരണം പപ്പിമോൾ പറയുന്നുണ്ട് മഴ പെയ്തോന്ന് ചോദിക്കുന്നുണ്ട്, ഇവിടെ സത്യമോളാണെങ്കിൽ പറയുന്നുണ്ട് ഉത്തരം അറിയത്തില്ലെന്ന്. ഇവിടെ സ്കൂളിൽ വരുന്ന പഠിക്കാനാണെങ്കിൽ വന്നാൽ മതി, ഉഴപ്പാൻ വേണ്ടിയിട്ട് ആരും എൻ്റെ ക്ലാസ്സിൽ കയറി വരണ്ട. പിന്നെ ഉഴപ്പാനാണ് രണ്ടുപേരെയും തീരുമാനമെങ്കിൽ എൻ്റെ കൈ ഇതായിരിക്കുന്ന ചൂരാണ്, ഇതുകൊണ്ട് പ്രയോഗിക്കാനുള്ള പെർമിഷനൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനിപ്പോൾ ഏത് മജിസ്ട്രേറ്റിൻ്റെ മക്കളാണെങ്കിലും ഇതൊക്കെ ഉപയോഗിക്കാൻ എനിക്ക് പറ്റും എന്നുള്ള രീതിക്ക് നമ്മുടെ ടീച്ചർ പറയുന്നതാണ്. അതൊക്കെ കേട്ടിട്ട് പിള്ളേർക്ക് ഭയങ്കര സങ്കടം. അവർക്ക് കരഞ്ഞില്ല എന്നുള്ളൂ. അപ്പോഴത്തേക്കും ലഞ്ച് ബ്രേക്കാണ് അവർക്ക് ആശ്വാസമായിട്ട് വന്നത്. ലഞ്ച് ബ്രേക്കിനകത്തിരുന്ന് പരസ്പരം അടുത്തടുത്തിരിക്കണം, എന്നാലും ഒരു ഇച്ചിരി ഗ്യാപ്പുണ്ട്. അങ്ങനെ തമ്മി കണ്ണോട് കണ്ണ് നോക്കിയിരുന്നു. സത്യയുടെ മുഖമാണെങ്കിൽ ഭയങ്കര എന്താണ് സങ്കടത്തിനകത്ത് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ പപ്പിയുടെ മുഖവും സങ്കടത്തിനകത്തിരിക്കും. അപ്പം പപ്പി എന്താണ് സത്യയുടെ സോറി സത്യ, എന്താണ് എന്നെ കാരണം നിനക്ക് വഴക്ക് കേട്ടല്ലോ, എൻ്റെ അച്ഛമ്മ നിന്നെ ഒത്തിരി വഴക്ക് പറഞ്ഞ്, എനിക്കറിയാം വീട്ടിൽ നിന്ന് സത്യയ്ക്ക് ഒത്തിരി വഴക്ക് കേട്ടാണെന്നൊക്കെ അറിയാം, എല്ലാവരുടെ കയ്യിൽ നിന്ന് എന്നെ കാരണമല്ലേ വഴക്ക് കേട്ടത് എന്ന് പറയുമ്പോൾ സത്യ പറയുന്നുണ്ട്, നീ എന്തിനാ എന്നോട് സോറി പറയുന്നടി? നീ എൻ്റെ അടുത്ത് സോറി പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നീ എൻ്റെ ഫ്രണ്ട് അല്ലേ. എനിക്ക് വീട്ടിൽ നിന്ന് വഴക്ക് കേട്ടത് നിൻ്റെ അച്ഛമ്മ വഴക്ക് പറഞ്ഞൊന്നുമല്ല പ്രശ്നം. നമ്മൾ തമ്മിൽ ഇനി പരസ്പരം മിണ്ടരുത് പറഞ്ഞല്ലേ, നമ്മൾ മിണ്ടാൻ പോലും പറ്റാ ടീച്ചർ എന്താണ് മാറ്റിയിരുത്തിയില്ലേ, അതാ എനിക്ക് ഏറ്റവും വലിയ സങ്കടം, അതാ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് സത്യം പറയുമ്പം അത് എനിക്കും ഭയങ്കര സങ്കടമാണെന്ന് പപ്പിയും മോളും പറയുന്നുണ്ട്. ഇവരുടെ സങ്കടമൊക്കെ ഇവർ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പം പക്ഷെ നമ്മൾ ഇത്രയൊക്കെ ചെയ്തിട്ട് നമ്മൾ മീൻപാറ കാട്ടി വരെ പോയി ആർട്ടിസ്റ്റുകളെ കൊണ്ട് ഫോട്ടോ വരച്ച് ഇപ്പോഴാണെങ്കിൽ വിഷ്ണുവച്ചൻ്റെ എന്താണ് ആ തന്ന ആ ഒരു കുഞ്ഞിലെ ഉണ്ടായിരുന്ന ഒരു ഫോട്ടോയും കൈയും നഷ്ടപ്പെട്ടു പോയി കാട്ടി വെച്ച് നമ്മുടെ കയ്യിൽ ഇനി ഫോട്ടോയും ഇല്ല, നമ്മൾ പോയ കാര്യം നടന്നില്ല, നിനക്ക് എന്താണ് വിഷം തീണ്ടയിലും എല്ലാം ചെയ്തിട്ടും ഒന്നും ആയിട്ടും നമുക്ക് ഇത്രയും വഴക്ക് കേട്ടിട്ടും നമ്മളെങ്ങനെ അകറ്റി മാറ്റിയൊക്കെ ഇരുത്തിയിട്ടും നമ്മൾ വിചാരിച്ച കാര്യം നടന്നില്ലല്ലോ, നമ്മൾ ഇനി എങ്ങനെ എന്താണ് ചേച്ചിയമ്മയെ കണ്ടുപിടിക്കും നമ്മുടെ മന്നി ഒരു മാർഗ്ഗമില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ പപ്പിമോൾ പറയും, സത്യം നിനക്ക് ഓർമ്മയുണ്ടോ, ഞാൻ ആദ്യമായിട്ട് വിഷ്ണുവച്ചൻ്റെ കല്യാണം ആലോചിക്കുന്നപ്പോൾ നീ എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം, നമ്മൾ കുട്ടികളല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാ സത്യാവസ്ഥ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മൾ കുട്ടികളാണ്, നമുക്ക് ഇതോടെ മനസ്സിലായില്ലേ, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. വിഷ്ണുവച്ചൻ്റെ കല്യാണം നടത്തിയാലും നമുക്കത് നോക്കി നിൽക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. അച്ഛമ്മ തീരുമാനത്തിന് അപ്പുറത്തോട്ടേക്കൊന്നും നമ്മളെ കൊണ്ട് ചെയ്യാൻ കൂട്ടാൻ പറ്റത്തില്ല എന്ന് പറയുമ്പോഴത്തേക്കും
ഞങ്ങൾ സത്യം പറയുന്നത് അതൊന്നും അല്ല. നീ നോക്കിക്കോ, നമുക്ക് നിൻ്റെ വിഷ്ണു അച്ഛൻ്റെ കല്യാണം നമുക്ക് മുടക്കാവുന്നേ ഉള്ളൂ. കല്യാണം മുടക്കാമെന്നോ, അത് എങ്ങനെയാ സത്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ പപ്പി മോളുടെ അടുത്ത് നമ്മൾ സത്യമോൾ പറയുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും ആ കല്യാണ പെണ്ണിൻ്റെ ഫോട്ടോ ഒന്ന് ഒപ്പിച്ചുകൊണ്ട് വരാൻ നോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ഫോട്ടോയോ അതെങ്ങനെ ഒപ്പിക്കും എന്ന് അവർ സംസാരിച്ച് അതിന് എന്ത് ഐഡിയ കൊടുക്കാമെന്ന് പറയുന്നതിന് തൊട്ട് മുന്നേ തന്നെ അവരെ ക്ലാസ് ടീച്ചർ അതിലേക്കൂടെ പാസ് ചെയ്ത് പോകണം. അപ്പോൾ ഈ കുട്ടികൾ രണ്ടുപേരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നത് ക്ലാസ്സിൻ്റെ അകത്ത് ഒരുമിച്ചിരിക്കുന്ന പറഞ്ഞാൽ അതിനർത്ഥം പുറത്ത് ഒരുമിച്ചിരിക്കാൻ പാടില്ല. നീ സ്കൂൾ ക്യാമ്പസിൽ നിന്ന് ഇനി രണ്ടെണ്ണത്തിന് ഒരുമിച്ച് കണ്ട സത്യഭാമേ എന്ന് പറഞ്ഞിട്ട് കൂടുതൽ പടക്കം കേൾക്കുന്നത് നമ്മുടെ സത്യമോക്കാണ് കേൾക്കുന്നത്. കാരണം പപ്പിയുടെ പേര് പറഞ്ഞ് അത്ര ഒച്ചത്തി വിളിക്കാൻ നമ്മുടെ ടീച്ചറിനെ പോലും പേടിയാണ്. കാരണം സത്യഭാമയുടെ മോളല്ലേ, ഒരു പ്രമാണിക്കാണ് നമ്മുടെ നാടിനകത്ത് എന്താണ് കളക്ടറുടെ മക്കളെക്കാളും വലിയൊരു അധികാരം എന്ന് നമുക്ക് ഇതിനകത്ത് തോന്നുന്ന രീതിക്കകത്താണ്. അപ്പം എന്താണ് പിന്നെ സത്യാമ്മയുടെ കയ്യിൽ ഇച്ചിരി ഗുണ്ടായുസം കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. അപ്പോഴത്തേക്ക് എന്താണ് സത്യഭാമേ എന്ന് പറഞ്ഞിട്ട് എന്താണ് മാറിയിരുന്നേ എന്ന് പറഞ്ഞിട്ട് എന്താണ് ആ കുട്ടികൾ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം പോലും പൂർത്തിയാക്കുന്നതിന് മുമ്പേ ആ കഴിച്ച ഭക്ഷണത്തിൻ്റെ ആ പൊതിയോടുകൂടി തന്നെ അതിനെ വായി വെച്ചതുപോലില്ല ആ ഭക്ഷണം കൊണ്ട് എന്താണ് കുട്ടിയെ മാറ്റിയിരുത്താൻ പറയും. ഇനി എത്ര ടീച്ചർ ആവട്ടെ എന്ത് സത്യഭാമ ആവട്ടെ ആരൊക്കെ പറഞ്ഞാലും ഒരു കുട്ടിയുടെ മനസ്സ് വിഷമിക്കാതെ നോക്കുക എന്നതാണ് ഒരു ടീച്ചർ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം. കാരണം അതാണല്ലോ ഒരു ടീച്ചിങ്ങിൻ്റെ ഒരു പെഡഗോജി എന്ന് പറയുന്നത്. ആ ഒരു പെഡഗോജി പോലും ഇല്ലാത്ത ടീച്ചറൊക്കെ എന്തൊക്കെ ഇനി പഠിപ്പിച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. കുട്ടികളുടെ മനസ്സ് നോവാതെ നോക്കണം, അതാണ് പ്രധാന കാര്യം. പക്ഷേ ഇവിടെ എന്താണ് രണ്ടുപേരെ കണ്ണിന് ഭക്ഷണത്തിൻ്റെ മുന്നിൽ കരയിപ്പിച്ച് രണ്ട് കുട്ടികളെ അകറ്റിയിരുത്തുക എന്ന് പറയുന്നത് അതൊരു മഹാപാവം തന്നെയാണ്. അപ്പം ആ ഒരു സങ്കടകരമായ കാര്യമാണ് ഈ ടീച്ചർ ചെയ്യുന്നത്. അപ്പോൾ രണ്ടുപേരും പരസ്പരം ഒരു മതിലിൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് നിന്നിട്ടുള്ള രീതിക്ക് തൂണിൻ്റെ അപ്പുറത്തും ഇപ്പുറത്ത് നിന്നിട്ടുണ്ടെങ്കിൽ നോക്കുവാണ്. കാരണം എന്നെ കാരണം ആണല്ലോ എന്നുള്ള രീതിക്കകത്ത് പപ്പിമോൾ എന്താണ് സത്യം നോക്കിയിട്ട് കൈ കൂപ്പി എന്താണ് മാപ്പ് പറയുകയാണ്. ആ ഒരു കൈ കൂപ്പി അത് ചെയ്ത് തെറ്റ് അവളെ കാരണമാണ് ഈ വഴക്കൊക്കെ കേൾക്കേണ്ട വന്നതെന്നുള്ള ആ ഒരു കുഞ്ഞിൻ്റെ ഹൃദയത്തിൽ തോന്നുന്ന ഒരു വിഷമം ആ ഒരു സങ്കടം പോലും ഈ ടീച്ചറിന് പോലും ആ കുട്ടികൾ എന്താണ് ഒന്ന് പ്രതിരോധിച്ച് നിർത്താൻ വേണ്ടി അതൊന്നും പറ്റത്തില്ല. ഇത് സ്കൂളാണ്, എത്ര സത്യഭാമയാണെങ്കിലും ഈ സ്കൂളിനകത്ത് ഇതാണ് ചിട്ട, രണ്ട് കുട്ടികൾ തമ്മിൽ എത്രയൊക്കെ പറഞ്ഞ് മറവ് നിൽക്കാൻ പറ്റും എന്നൊന്നും ഒരു ടീച്ചർ പോലും ചോദിച്ചില്ല എന്നുള്ളത് ഒരു കഷ്ടകരമായ കാര്യമാണ്. അപ്പം അതൊക്കെയാണ് സ്കൂളിൽ നടക്കുന്നത്. അപ്പം ഈ സ്കൂളിനകത്തെല്ലാം കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് നമ്മുടെ പപ്പിമോളൊക്കെ വരാനായി തയ്യാറാകുന്ന സമയത്തിനകത്ത് നമ്മുടെ സത്യാമ്മയുടെ വീടാണ് കളയുന്നത്. സത്യാമ്മയുടെ വീട്ടിനകത്ത് കുറച്ച് ഫോട്ടോയൊക്കെ ആയിട്ട് തരകൻ വന്നിരിക്കുകയാണ്. അപ്പം ആ തരകൻ വന്നിരുന്നിട്ട് എന്താണ് ഈ ഫോട്ടോസ് കാണിക്കുന്ന കുറേ ഫോട്ടോസൊക്കെ കണ്ടിട്ട് വിഷ്ണുവിനെ അവിടെ പിടിച്ചിരുത്തിയത്. വിഷ്ണു ഇതിന് നടുക്ക് വെച്ച് എണീറ്റ് പോകാൻ നോക്കുമ്പോഴത്തേക്കും വിഷ്ണുവിൻ്റെ അടുത്ത് രാഘവട്ടെ പറയുന്നത്, എടാ നീ എന്തോ തോറ്റ് എണീറ്റ് പോകുന്നത്, നീ ഒരു ആണല്ലേടാ, നിന്നെ പിടിച്ച് നിർബന്ധിച്ചൊന്നും കെട്ടിപ്പിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ സത്യാമ്മ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുക. എന്നിട്ട് എന്താണ് ഈ ഫോട്ടോസൊക്കെ നോക്കിയിരിക്കുക. ഫോട്ടോസൊക്കെ നോക്കിയിരുന്നിട്ടും ഈ സത്യാമ്മ എന്താണ് ആ ഫോട്ടോ ഒക്കെ വലിച്ചിരുന്നുണ്ട്. എടോ താൻ ഈ ഫോട്ടോയും കൊണ്ടുവന്ന് കുറേ ചവറ് കൊണ്ടുവന്ന് എറിയാനുള്ള സ്ഥലമുള്ള സത്യഭാമയുടെ വീട്, കുറേ ചവറ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വല്ല കുപ്പത്തോട്ടി കൊണ്ടുവന്ന് എറിയണം, അതൊന്നും കൊണ്ടുവന്ന് എറിയാനുള്ള സ്ഥലമല്ല എൻ്റെ വീട്. തൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ വിഷ്ണുവിന് ഒരു പെണ്ണിനെ നോക്കാൻ, ഈ സത്യഭാമയുടെ അന്തസ്സിന് ചേർന്ന ഒരു പെണ്ണിനെ നോക്കാൻ. സത്യഭാമയുടെ അന്തസ്സിന് ചേർന്ന പെണ്ണെന്ന് പറഞ്ഞാൽ ഈ കാണുന്ന കുറേ ഉള്ളതിനകത്ത് നിന്ന് ഓർമ്മത്തിനെ പെറുക്കിയെടുക്കാനല്ല, ഒറ്റ ഒരുത്തിയെ കാണാവുള്ളൂ. അതായത് അവന് വേണ്ടി തന്നെ ജനിച്ച ഒരുത്തിയായിട്ട് ഈ സത്യഭാമയുടെ വീട്ടിൽ സത്യഭാമയുടെ മരുമകളാവാൻ തന്നെ ജനിച്ചവളായിട്ടുള്ള അത്ര അർഹതയുള്ളവളെ വേണം കൊണ്ടുവരാൻ. അല്ലാതെ ഇതിനെ കണ്ണി തോന്നി എല്ലാവന്മാരെ ഫോട്ടോ എടുത്തുകൊണ്ടെന്ന് കാണിക്കാനല്ല പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കും സത്യാമ്മേ ഒരു കാര്യം ചെയ്യും, എൻ്റെ കയ്യിൽ ഇതാ ഈ ഒരു ഫോട്ടോ നോക്കും. സത്യാമ്മ അവസാനത്തെ ഈ ഒരു ഫോട്ടോ നോക്കിയാൽ മതി. ഈ ഒരു ഫോട്ടോയ്ക്കകത്ത് ഒന്നും ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പണി തന്നെ നിർത്തിയേക്കാം, ഈ പണി ഞാൻ ഇനി ചവിട്ടത്ത് പോലും ഇല്ല എന്ന് തരകം പറയുമ്പോഴത്തേക്കും സത്യാമ്മ എണീറ്റ് പോയിട്ട് ആ ഫോട്ടോ അങ്ങ് നോക്കുവാണ്. നോക്കുമ്പോഴത്തേക്കും ഫോട്ടോ ആരെയെന്നറിയോ, നമ്മുടെ മധുശ്രീ എന്ന അഹങ്കാരിയുടെ ഫോട്ടോ തന്നെയാണ് ഈ കാണിക്കുന്നത്. അപ്പം മധുശ്രീയുടെ ഫോട്ടോ കൊടുത്തിട്ട് പറയുവാണ്, അപ്പോഴത്തേക്കും സത്യാമ്മയ്ക്ക് മധുശ്രീയുടെ ഫോട്ടോ അങ്ങ് ഇഷ്ടപ്പെട്ടു. കാരണം സാരിയൊക്കെ കൊടുത്ത് മുടിയൊക്കെ ഒരു ഭാഗത്തൊക്കെ ഇട്ട് നല്ല ഗ്ലാമറിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ ആണ് കാണിക്കുന്നത്. അപ്പം ആ ഫോട്ടോയുടെ സത്യാമ്മ ഒന്ന് ഫ്ലാറ്റായി നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ രാഘവേട്ടൻ അങ്ങനെ ചൊറിഞ്ഞ് നിൽക്കുവാണ്. വിഷ്ണുവിനാണെങ്കിൽ അമ്മയടുത്ത് കടിച്ചു കയറാൻ വേണ്ടി നിൽക്കുവാണ്. അപ്പോഴത്തേക്കും വിഷ്ണു എന്താണെന്ന് അറിയാം, അമ്മയടുത്ത് പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്തിൻ്റെ കേടാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി പറഞ്ഞിട്ട് അമ്മയ്ക്ക് ഇതേ ഉള്ള പണി തന്നെ. എടാ നീ കൂളിങ്ങോട് പ്രസംഗം വരല്ലേ, നിൻ്റെ മുന്നിൽ ഞാൻ സമയം തന്നു, നിനക്ക് അമാവാസ്യ ഒരു സമയം ഉണ്ടായിരുന്നു, അമാവാസ്യ വരെ സമയം കിട്ടിയിട്ട് നിന്നെ കൊണ്ട് അവളെ കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ വിഷ്ണു അതോട് തീർന്നു. പിന്നെ ഇനി മേലെ നിനക്ക് എനിക്ക് തമ്മിൽ ഈ ഒരു കാര്യം സംസാരമില്ല, സത്യാമ്മ തീരുമാനിക്കും അത് നീ നടത്തും, അതാണ് ഇവിടുത്തെ വഴക്കം എന്ന് പറയുമ്പോഴത്തേക്കും വിഷ്ണു സഹി കെട്ടിക്കും. വിഷ്ണു എന്താണ് സത്യാമ്മയ്ക്ക് വിരൽ ചൂണ്ടി വരെ സംസാരിക്കേണ്ട എന്നിട്ട് സത്യാമ്മയ്ക്ക് ഒരു കൂസലുമില്ല. കാരണം താൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ഏത് അറ്റത്തിലും പോകാൻ നിൽക്കുമല്ലോ. അപ്പം മധുശ്രീയെക്കുറിച്ച് പറയണം. മധുശ്രീയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും എന്താണ് വലിയ എന്താണ് ഒരു ബിസിനസ് ഫാമിലിക്കകത്തുനിന്നുള്ള ഏക മകളാണ്. അപ്പം പേര് കേട്ട് കാണുമെന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു പ്രമാണിയുടെ പേര് പറയുന്നുണ്ട്. അപ്പോൾ ആ പ്രമാണിയുടെ ഏക മകളാന്ന്, അദ്ദേഹത്തിൻ്റെ മകളോ എന്ന് പറഞ്ഞിട്ട് സത്യാമ്മയ്ക്ക് ഭയങ്കര ഇതാണ്. പിന്നെ അതുമാത്രമല്ല പഠിത്തത്തിലും വിദ്യാഭ്യാസത്തിലൊക്കെ ഭയങ്കര മിടുക്കാണ്. എന്തിന് സിവിൽ സർവീസിൻ്റെ പരീക്ഷ പോലും കിട്ടിയതാണ്. പിന്നെ എന്നിട്ട് ഇന്ന് കേൾക്കുമ്പോഴത്തേക്കും സത്യാമ്മയ്ക്ക് എന്താണ് മുഖങ്ങ് വാടുവാണ്. കാരണം ആ പരീക്ഷയൊക്കെ എഴുതി ജയിച്ചവളാണ്, ഇവിടുന്ന് ഒരുത്തി ഉണ്ടായിരുന്നല്ലോ എന്നുള്ള രീതിക്കകത്ത് ഉള്ള കലി നിൽക്കുമ്പോഴത്തേക്ക് ഈ തരകം മനഃപൂർവ്വം തന്നെ പറയുകയാണ് അത് കിട്ടിയിട്ട് പോലും ഒരു കുടുംബത്തിന് ഇതൊക്കെ ഒരു തടസ്സ ജീവിതമാകുമെന്ന് കണ്ടപ്പോഴത്തേക്കും അത്ര വലിയ പദവി പോലും ഉപേക്ഷിച്ച് കളഞ്ഞിട്ട്
കുടുംബവും കാര്യം നോക്കി ഇപ്പം പദവിയും പത്രാസും ഒന്നുമില്ല, പക്ഷെ നല്ല അച്ചടക്കവും മിടുക്കവും എല്ലാം ഉണ്ട്, നല്ല കഴിവുണ്ട്, പക്ഷെ വിദ്യാഭ്യാസം പോയിട്ടില്ലേ എന്ന് തരകം പറയുമ്പോൾ സത്യാമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട് സത്യം പറയും, കണ്ടോടാ അങ്ങനെ നല്ല പെൺപിള്ളേർ, കുടുംബ സ്നേഹമുള്ള പെൺപിള്ളേർ അങ്ങനെയാണ്, പദവിയും പേരും പ്രശസ്തി ഒന്നുമല്ല നാട്ടിൽ വലിയ കാര്യം, അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഇതുപോലെ എന്താണ് കുടുംബത്തിന് വേണ്ടി നിൽക്കും, നിനക്കുണ്ടായിരുന്നല്ലോ എത്തി എന്ന് പറയുമ്പോഴത്തേക്കും വിഷ്ണുവിന് കൂടുതൽ കലി ഇളകി തുള്ളാൻ നിൽക്കുമ്പോഴത്തേക്കും തരകൻ പറയും തരകൻ്റെ അടുത്ത് സത്യം പറയുന്നുണ്ട്, എന്തായാലും താൻ മറ്റന്നാൾ എന്താണ് പെൺകൂട്ടരെ ഇങ്ങോട്ടേക്ക് വരാൻ പറ, നമുക്കത് ഉറപ്പിക്കാം എന്ന് പറയുമ്പോഴത്തേക്കും തരകൻ പറയുന്നത്, വിഷ്ണു ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് താൻ സാഹചര്യം നോക്കണം, ഇവിടെ ഞാൻ പറയുന്നതാണ് സാഹചര്യം, ഇവിടെ സത്യഭാമ കല്യാണം നടത്തുമെന്ന് തീരുമാനിച്ചാൽ അവൻ്റെ അവകാശങ്ങളൊക്കെ തീർന്നു കഴിഞ്ഞു, സത്യഭാമ കല്യാണം നടത്തുമെന്ന് തീരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കല്യാണം നടന്നിരിക്കും, അതിനി ആരെതിർത്താലും അത് തന്നെ എന്ന് പറയുമ്പോഴത്തേക്കും വിഷ്ണു എന്താണ് ഭയങ്കര കലിയും പിടിച്ചിട്ട് അവിടെ നിന്നാണ് എണീറ്റ് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് നമ്മുടെ പപ്പി മോളും നമ്മുടെ എന്താണ് രോഹിത്തിൻ്റെ കൈ പിടിച്ച് അകത്ത് കയറി വരും. അപ്പം ഈ ഫോട്ടോ സത്യാമ്മയുടെ കൈ ഇരിക്കുന്ന കണ്ട് ഈ ഫോട്ടോ എങ്ങനെയെങ്കിലും ഒപ്പിക്കണമെന്ന് പപ്പിമോൾ എന്താണ് ശ്യാമയുടെ അടുത്ത് പോയി നിന്ന് ആലോചിച്ചുകൊണ്ട് ഈ ഫോട്ടോയും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴത്തേക്ക് എന്താണ് നമ്മുടെ വിഷ്ണു പുറത്തിറങ്ങിപ്പോയി ആ ജീപ്പിൻ്റെ അവിടെ നിന്ന് എന്താണ് കൈ ജീപ്പിലേക്ക് ഒറ്റ ഇടിയും വെച്ച് കൊടുത്ത് ഇങ്ങനെ സങ്കടപ്പെട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പം ഇതൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്താണ് രാഘവേട്ടൻ്റെ അടുത്ത് വന്ന് രോഹിത് എന്നുള്ളത്, എന്തിനാണ് വിഷ്ണു ബ്രോയ്ക്ക് ഇഷ്ടമല്ലാത്ത കല്യാണം എന്താ വേണ്ടി സത്യാമ്മ ഇങ്ങനെ നടക്കുന്നത്, എടാ നിനക്ക് അറിഞ്ഞൂടെ ഇത് നടക്കുമോ, അവളുടെ തീരുമാനം എന്താണെന്നോ അത് നടത്തിയാലേ ശീലമുള്ളൂ, പിന്നെ അവൾക്ക് എന്താണ് ഇത്രയൊക്കെ അനുഭവിച്ചിട്ടും എന്തൊക്കെ പാഠങ്ങൾ കിട്ടിയാൽ അവൾ ഒന്നും പഠിച്ചില്ല എന്നുള്ളതാണ് കാര്യം. കാരണം ഒരാളുടെയൊക്കെ കുടുംബജീവിതം നശിപ്പിച്ചാലും എന്തൊക്കെ കുടുംബത്തിൽ നാശങ്ങൾ ഉണ്ടായിട്ടും അവൾ ഇന്ന് വരെ തൻ്റെ ദുർഭാഷ കൊണ്ട് കുടുംബം ഇത്രയും നശിച്ചിട്ടും ഒന്നുമേ എൻ്റെ ഭാര്യയെ പഠിച്ചില്ല, പിന്നെ അവളുടെ ദുർഭാഷയല്ലാത്ത ഇവിടെ ഒന്നും നടന്ന ചരിത്രം ഇല്ലല്ലോ എന്ന് രാഘവേട്ടൻ പറയുവാണ്. എന്നാലും വിഷ്ണു ബ്രോവിന് ഇഷ്ടമല്ലാത്ത കല്യാണം എങ്ങനെ നടത്തുമെന്നോ, വിഷ്ണു ബ്രോവിന് ഇഷ്ടമാണോ ഇല്ലയോ എന്നുള്ളതൊന്നും അവൾ നോക്കുന്നില്ലല്ലോ, അവൾക്ക് ആരുടെയും മനസ്സ് കാണണ്ടല്ലോ, അവൾക്ക് അവളുടെ സ്വന്തം ന്യായം ഉണ്ടല്ലോ, എന്തോ പറയാനേ വിനാശകാലം വിപരീത ബുദ്ധി, അതൊക്കെ തന്നെ എൻ്റെ ഭാര്യയെ കാണിച്ചു കൊടുത്തുള്ളൂ എന്ന് സത്യാമ്മയെക്കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രോഹിത്തിന് ക്ഷാമയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവൻ നിസ്സഹായ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ആരോടൊന്നും മിണ്ടാതെ അച്ഛൻ വിളിച്ചിട്ട് പോലും അവിടെ ഇരിക്കാൻ പറ്റാതെയാണ് നമ്മുടെ വിഷ്ണു അവിടെ നിന്ന് പുറത്തിറങ്ങി പോയത്. പിന്നെ കാണിക്കുന്ന രാത്രി. അപ്പോൾ രാത്രി നമ്മുടെ ശാലിനി എന്താണ് വീട്ടിനകത്തിരുന്ന് എല്ലാ ഫയൽസ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ എന്താണ് ശാലിനിയുടെ അമ്മ ശാരദാമ്മ അവിടെ വന്നിരുന്ന് ഒരു കട്ടൻ ചായ ഗ്ലാസ്സിൽ കൊടുത്തിട്ട് ശാലിനിയുടെ ഫയൽ വേറൊരു ടേബിളിൽ ചെയ്യുന്നത് കൗതുകത്തോടെ എടുത്ത് നോക്കുന്നത്. നമ്മുടെ കൈ പിടിച്ച് പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയ കുട്ടികളല്ലേ, അവരിന്ന് ഇത്ര വലിയ സ്ഥാനത്തിരിക്കുമ്പോൾ അവരെന്തൊക്കെ നോക്കുന്നതെന്ന് നമുക്ക് മനസ്സിലായില്ലെങ്കിലും അത് നോക്കൂ എന്നൊരാഗ്രഹം ഏത് മാതാപിതാക്കൾക്ക് കാണുമല്ലോ. ആ ആഗ്രഹങ്ങൾ കൊണ്ട് അത് നമുക്ക് ചിലപ്പം കണ്ടുണ്ടാവും. നമ്മൾ എന്താണ് LKGയിലും ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ നമ്മുടെ മാതാപിതാക്കൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 10th പ്ലസ് 2 ഒക്കെ ആകുമ്പോഴത്തേക്കും നമ്മുടെ നല്ല കടുകട്ടി ബുക്സ് ആകുമ്പം അവർക്ക് അതിൻ്റെ സിലബസ് ചിലപ്പോൾ അവരുടെ കയ്യിൽ നിൽക്കുന്നതാകത്തില്ല. പക്ഷേ എന്നാലും അതെടുത്തൊന്ന് മറിച്ച് നോക്കുന്ന കാര്യം നമ്മുടെ അമ്മമാർക്കുണ്ടാവും, നമ്മുടെ മുത്തശ്ശിമാർക്കുണ്ടാവും. എസ്പെഷ്യലി എനിക്കൊക്കെ ആണെങ്കിൽ എൻ്റെ മുത്തശ്ശിക്കൊക്കെ അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പം എന്താണ് ആ ഒരു നല്ലൊരു ഇൻസിഡൻസ് ആണ് അവിടെ ശാരദാമ്മ ശാലിനിയോട് കാണിക്കുന്നത്. അപ്പം അത് നോക്കി ശാലിനി ഒരു ചെറിയ പുഞ്ചിരി കേൾക്കുന്നുണ്ട്. ശ്യാമയുടെ കോൾ ശാലിക്ക് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ശാരദാമ്മ കണ്ടു എന്താണ് ശാലിനി പറയുന്നത്, ശ്യാമയുടെ കോളെന്ന് പറയുമ്പോഴത്തേക്ക് ഓയ് എടുക്കടി വേഗം എടുക്കടി, അവൾക്ക് ഇനി എന്തോ പ്രശ്നം ആർക്കറിയോ, ദൈവമേ ഒരു മനസ്സമാധാനം കിട്ടത്തില്ല ഈ പെണ്ണിന് ഇനി എന്തോ പ്രശ്നമെന്ന് പറഞ്ഞിട്ട് ശാരദാമ്മ ഫോൺ എടുക്കാൻ പറയുന്നതും ശാലിനിയും എന്താണ് ടെൻഷനോട് തന്നെ, കാരണം രാത്രിയായപ്പോഴത്തേക്കും ശ്യാമയുടെ കോൾ വരുന്നത് എന്തിനാന്നുള്ളത് പേടി തന്നെയാണ്. അപ്പോഴത്തേക്കും അവർ കോൾ എടുക്കുവാണ്. കോൾ എടുത്തിട്ട് എന്താണ് ശാലിനി ചോദിക്കുമ്പോഴത്തേക്കും ശ്യാമ എന്താണ് ഭയങ്കര ടെൻഷനും കരച്ചിലും ഒക്കെ ആയിട്ടങ്ങ് സംസാരിക്കണം. ശ്യാമ പറയണം, കുഞ്ഞിച്ചിക്ക് അറിയാലോ ഇവിടെ വിഷ്ണു ഏട്ടന് വേണ്ടി പെണ്ണ് ആലോചിക്കുന്ന കാര്യമൊക്കെ അറിയാലോ, ഇന്ന് തരകനാണെങ്കിൽ ഒരു പെണ്ണിൻ്റെ കാര്യം ഫോട്ടോ കൊണ്ടുവന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യാമ്മയ്ക്കാണെങ്കിൽ ആ പെണ്ണിന് ശരിക്കും പിടിച്ച മട്ടിനകത്താണ്. 2 ദിവസം കഴിയുമ്പോഴത്തേക്കും വന്നെന്താണ് പെണ്ണിൻ്റെ വീട്ടുകാരോട് ഇവിടെ പെണ്ണ് കാണാൻ വേണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും പെണ്ണ് കാണുമെന്ന് പോലുമില്ല, സത്യാമ്മ മിക്കവാറും ആ ബന്ധം ഉറപ്പിക്കുന്നുള്ള മട്ടി തന്നെയാണ് ഇരിക്കുന്നത്. കുഞ്ഞിച്ചി എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ, കുഞ്ഞിച്ചി എങ്ങനെയെങ്കിലും കല്യാണം മുടക്കണം എന്ന് പറയുമ്പോഴേ ഞാൻ എങ്ങനെ കല്യാണം മുടക്കാനാ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ശാരദാമ്മയ്ക്ക് മനസ്സിലായി ഇത് വിഷ്ണുവിൻ്റെ കല്യാണക്കാരിയോ. ശാരദാമ്മയുടെ മുഖമൊക്കെ അങ്ങ് മാറി. അപ്പോൾ ശാലിനിക്കാണെങ്കിൽ അത് കേട്ട് ശാലിനി അവിടെ നിന്നുകൊണ്ടെന്ന് ശാലിനി അപ്പോഴത്തേക്ക് അങ്ങ് കസേരയ്ക്കകത്ത് അങ്ങ് തളർന്നങ്ങ് ഇരിക്കുവാണ്. പക്ഷേ എന്നാൽ സങ്കടം ഉണ്ടെങ്കിൽ ശാലിനിയുടെ ഒരു ദുർഭാഷ അതിൻ്റെ ഇടയ്ക്കകത്ത് തന്നെ സത്യാമ്മയ്ക്ക് കൊടുത്ത വലിയൊരു വാക്ക് എന്നുള്ള രീതിക്കകത്ത് ശാലിനി അതിനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ആ സത്യാമ്മ കണ്ടിട്ട് പോലുമില്ല ഈ വാക്ക് കൊടുത്ത കാര്യം, ശാലിനി അറിഞ്ഞ കാര്യം പോലും ആ സത്യാമ്മയ്ക്ക് അറിവില്ല. ഇതൊന്നും മനസ്സിലാക്കാതാണ് ശാലിനി ഈ കാര്യം ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് എന്താണ് പറയുന്നുണ്ട്, കുഞ്ഞിച്ചി എങ്ങനെയെങ്കിലും കല്യാണം മുടക്കിയേ പറ്റത്തുള്ളൂ, എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ. ഞാൻ എങ്ങനെ മുടക്കും, അതൊന്നും കുഞ്ഞിച്ചി പറഞ്ഞിട്ട് കാര്യമില്ല, കുഞ്ഞിച്ചി എങ്ങനെ മുടക്കുമെന്നൊന്നും എന്നോട് ചോദിക്കേണ്ട, കുഞ്ഞിച്ചി ഒരു ഒഴിവും പറഞ്ഞ് ഇതൊന്നും മാറ്റാൻ പറ്റില്ല കുഞ്ഞിച്ചി എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ ഈ കാര്യത്തിനകത്ത്. എടി നീ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ ഇരുന്നുകൊണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് കുഞ്ഞിച്ചി ആരുടെ കാര്യം, കുഞ്ഞിച്ചി എല്ലാവരുടെ ജീവിതകാര്യം മറ, എൻ്റെ ജീവിതകാര്യം ആവട്ടെ, എൻ്റെ രോഹിത്തിൻ്റെ കാര്യങ്ങൾ, എല്ലാ ജീവിതകാര്യങ്ങൾ, എല്ലാവരുടെ ജീവിതം കുഞ്ഞിച്ചി അങ്ങ് മറക്ക്, എല്ലാവരുടെ ജീവിതകാര്യം എന്തിന് കുഞ്ഞിച്ചിയുടെ കാര്യം തന്നെ അങ്ങ് മറന്നേരെ. കുഞ്ഞിച്ചി ആരുടെ കാര്യം അലക്കേണ്ട, കുഞ്ഞിച്ചി ആ പാവം വിഷ്ണുവേട്ടൻ്റെ കാര്യം അലക്കി എത്ര വർഷം കൊണ്ട് ആ പാവം ഇങ്ങനെ കുഞ്ഞിച്ചിയെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്നത്. ആ മനസ്സിൻ്റെ നീറ്റൽ കുഞ്ഞിച്ചി ഇവിടെ നിന്ന് ഞാൻ കാണുമ്പോൾ എനിക്ക് വിഷ്ണുവേട്ടനെ കാണുമ്പോൾ ആ കണ്ണിൻ്റെ സങ്കടം നീറ്റലും കാണുമ്പോൾ എനിക്ക് ആ മുഖത്ത് നോക്കി നിൽക്കാൻ
കഴിയാതെ വരുന്നതുകൊണ്ട് കുഞ്ഞേച്ചി ഇത്രയും കുഞ്ഞേച്ചിയിട്ട് പറയുന്നത്. കുഞ്ഞേച്ചി പഴയ പോലെ ഈ കാര്യം കേട്ടെടുത്ത് തള്ളിക്കളയലേ കുഞ്ഞേച്ചി. ഈ കല്യാണം ഉറപ്പിക്കുന്ന മട്ടിനകത്താണ് ഇരിക്കുന്നത്. ആ പാവത്തിന് വേറെ എന്ത് ചെയ്യാൻ പറ്റും? കുഞ്ഞേച്ചിയെ മാത്രം മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആ പാവത്തിന് ഒന്നും ഗതിയില്ലാതിരിക്കുവാണ്. ആ മനസ്സ് നോക്കി നിന്ന് ആ സങ്കടം കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് എനിക്കിവിടെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് കുഞ്ഞേച്ചി പറയുന്നത്. കുഞ്ഞേച്ചി ഇതൊന്നും മനസ്സിലാക്കുന്ന പറയുമ്പോഴത്തേക്കും ശ്യാമേ നീ അതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് കുഞ്ഞേച്ചിക്ക് ഒന്നുമില്ലെങ്കിൽ 6 സങ്കടം നോക്കണ്ട. ആ വിഷ്ണുവേട്ടൻ്റെ സങ്കടം കുഞ്ഞേച്ചിക്കൊന്ന് പരിഗണിച്ചൂടെ? കുഞ്ഞേച്ചി ഇത്രമാത്രം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയല്ലേ കുഞ്ഞേച്ചി. അതോ കുഞ്ഞേച്ചി ഇതൊന്നും വേണ്ടാന്ന് വെച്ചിരിക്കുന്നു? കുഞ്ഞേച്ചി ഒന്നുമില്ലെങ്കിൽ സത്യമോക്ക് ഒരു അച്ഛൻ വേണ്ടേ കുഞ്ഞേച്ചി? സത്യമോക്ക് എന്താണ് വളർന്നു വരുമ്പോൾ ഒരു അച്ഛൻ വേണ്ടേ കുഞ്ഞേച്ചി? അതോ കുഞ്ഞേച്ചി എന്തുകൊണ്ട് തീരുമാനം എടുത്തിരിക്കുന്നത് സ്വന്തം കുഞ്ഞിനെ എന്താണ് ദാനം തന്ന പോലെ സ്വന്തം ഭർത്താവിനെ അങ്ങ് എന്ന് പറഞ്ഞ് പൂർത്തിയാക്കുന്നില്ല. ഭർത്താവിനെ അങ്ങ് എന്താണ് ദാനം കൊടുക്കുമോ എന്ന് ചോദിക്കാൻ വരുന്നതിന് മുന്നേ തന്നെ ശ്യാം എന്താണ് ഡീ നിൻ്റെ അടുത്ത് നിർത്താൻ പറഞ്ഞത്? നിൻ്റെ അടുത്ത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. നിൻ്റെ ഉറക്കത്തിനോ ദുസ്വപ്നത്തിനകത്ത് പോലും നീ ഒരു കാര്യം പുറത്ത് പറഞ്ഞു പോലെന്ന് പറയുമ്പം കുഞ്ഞേച്ചി അറിയാതെ പറഞ്ഞു പോയോ? മനസ്സിന് അത്ര വികാരം കൊണ്ട് പറഞ്ഞു പോയതാ കുഞ്ഞേച്ചി. ഇനി ആ പറഞ്ഞ പേരും കേട്ടിട്ട് കുഞ്ഞേച്ചി അതിൻ്റെ ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ കാര്യത്തിന് ഉപേക്ഷിച്ച് വിചാരിക്കില്ലേ കുഞ്ഞേച്ചി? എന്തെങ്കിലും കുഞ്ഞേച്ചി ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറയുമ്പോൾ ശ്യാമ പറയുന്നൊന്നും കേൾക്കാൻ താല്പര്യമില്ല. ശാലിനി വേഗത്തിന് ഫോൺ കട്ട് ചെയ്യുവാണ്. ശാലിനി എന്താണ് ശ്യാമയാണെങ്കിൽ കുഞ്ഞേച്ചി ഫോൺ വിളിച്ചിട്ടും കട്ട് ചെയ്തെന്ന് മനസ്സിലായി. അപ്പോഴത്തേക്കും എന്താണ് എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ ശ്യാമ അവിടെ ടെൻഷനകത്ത് നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെ കാണിക്കുമ്പോഴത്തേക്കും അവിടെ എന്താണ് ശാരദാമ്മ കൂളായിട്ട് തന്നെ ശാലിനിയോട് ചോദിക്കുവാണ്, വിഷ്ണുവിൻ്റെ കല്യാണമാണല്ലേ, വിഷ്ണുവിൻ്റെ എന്താണ് പെണ്ണൊക്കെ ഉറപ്പിച്ചു, എന്താണ് കല്യാണമൊക്കെ ഉറപ്പിച്ചു ചോദിക്കുമ്പോഴത്തേക്കും ശാലിനി പറയുന്നത് അല്ല പെണ്ണ് കാണാനായിട്ട് ഉറപ്പിച്ചിരിക്കുവാണ് ഉടൻ തന്നെ കല്യാണം കാണുമോ മോളെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഉടൻ തന്നെ കാണുമെന്നാണ് തോന്നുന്നത്. ഉടൻ തന്നെ അപ്പം നിശ്ചയം കാണുമല്ലേ, നിശ്ചയം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം തന്നെ കല്യാണം കാണത്തില്ലേ, അങ്ങനെയല്ലേ അമ്മേ നാട്ടിനടുപ്പ് അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മ എന്തൊക്കെയാണ് ചോദിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് അല്ല കല്യാണത്തിന് മുൻകൂട്ടി തന്നെ വിളിച്ച് ഡേറ്റൊക്കെ പറയുമോ, കാരണം മുൻകൂട്ടി ഡേറ്റൊക്കെ അറിയാൻ പറ്റും ചോദിക്കുമ്പോൾ അമ്മ എന്തോ അമ്മ ഈ ചോദിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ശാരദാമ്മ പറയുവാണ് ഇവിടെ കാരണം ഞാൻ മുൻകൂട്ടി ഡേറ്റൊക്കെ അറിയുമെന്ന് ചോദിച്ചത് ഇവിടെ ഒരു പൊടി കുഞ്ഞുണ്ട്. ആ പൊടി കുഞ്ഞാൽ തൻ്റെ അച്ഛൻ വിദേശത്താണെന്നും തൻ്റെ അച്ഛൻ തന്നെ തേടി ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞിട്ട് ആ വിദേശത്തു നിന്നുള്ള അച്ഛൻ്റെ വരവും കാത്ത് ഇവിടെ കണ്ണിൽ എണ്ണ ഒഴിച്ച് ഒരു കുഞ്ഞ് കാത്തിരുമ്പോണ്ട് ആ കുഞ്ഞിനാണെങ്കിലേ നമുക്ക് ഇച്ചിരി വിഷം കലക്കിയും കൊടുത്തേക്കണം, കാരണം ഈ ഒരു കല്യാണം നടക്കുന്നതിന് മുന്നേ ഡേറ്റ് അറിഞ്ഞാൽ ആ കുഞ്ഞിനൊരു ഇച്ചിരി വിഷം കലക്കി കൊടുക്കാമല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ എന്ന് പറയുമ്പോഴത്തേക്കും ഷാനി പറയാം അമ്മേ എന്തോ ഈ പറയുന്നതെന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ശതമ അല്ലടി ഞാൻ നിൻ്റെ അടുത്ത് കുറ്റമായിട്ട് പറഞ്ഞതല്ല, കാരണം അതേ മോളെ നീ ഒരു കാര്യം ചെയ്യണം, നീ ഇപ്പം എന്താണ് ഈ ലോകം തന്നെ ഭരിക്കുന്ന രീതിക്കകത്ത് നിനക്കൊരു പദവിയൊക്കെ ഉണ്ടല്ലോ, നിൻ്റെ ആ കളക്ടർ കസേരയും തൂക്കിയിട്ടുകൊണ്ട് നീ ആ ഒരു പദവിയൊന്നും നീ ഉപേക്ഷിച്ച് കളയണ്ട, അതിനൊന്നും നീ അനാഥപ്പെടുത്തി കളയണ്ട, ആ കൊച്ചിൻ്റെ കാര്യത്തിനകത്തുള്ള കാര്യമല്ലേ അത് നമുക്കൊരു വിഷം കലക്കി കൊടുത്താൽ മതി എന്ന് പറയുമ്പോഴത്തേക്കും ഷാനിക്ക് ഒന്നും പറയാൻ വാക്കില്ല. ഷാനി അവിടെ തളർന്നിരിക്കുവാണ്. ശാരദാമ്മ അതും പറഞ്ഞില്ലേ എനിക്ക് നിൻ്റെ അടുത്ത് വേറൊന്നും സംസാരിക്കാനും ശാരദാമ്മ അകത്ത് കയറിയങ്ങ് പോവാണ്. ഷാലിനിക്ക് ഒന്നും പറയാൻ വാക്കില്ല. പിന്നെ കാണിക്കുന്ന പിറ്റേ ദിവസം ക്ലാസ്സിനകത്ത് വീണ്ടും ഇതുപോലെ തന്നെ ബാക്ക് വെച്ചിട്ട് നമ്മുടെ സത്യമോളും ഫ്രണ്ട് ബെഞ്ചിൽ പപ്പിമോളുമായിട്ട് ഇരിക്കുന്നത്. അപ്പോഴത്തേക്ക് എന്താണ് പപ്പിമോൾ ആലോചിക്കും എങ്ങനെയെങ്കിലും സത്യം അറിയിപ്പിക്കണം, വല്യച്ഛൻ്റെ കല്യാണം നടത്താൻ പോകുന്ന കാര്യം അറിയിപ്പിക്കണം. അതിന് വേണ്ടിയിട്ട് എന്താണ് കയ്യിൽ ഒരു ചോക്ക് പീസ് എടുത്ത് ബാക്കിലോട്ട് സത്യയെ കാണിച്ചിട്ട് എന്താണെന്ന് അറിയോ എഴുതി വെക്കും എന്തോന്ന് കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് എന്താണ് സത്യയ്ക്ക് ഇച്ചിരിയൊക്കെ കത്തുന്നുണ്ട്. അപ്പോഴത്തേക്കും പെട്ടെന്ന് മിസ് വാഷ്റൂമിൽ പോകണമെന്ന് പപ്പിമോൾ പെർമിഷൻ വെച്ചിട്ട് നേരെ എന്താണ് ബാത്റൂമിൽ പോയി ആ ബാത്റൂമിൻ്റെ ഡോറിനകത്ത് എന്താണ് വീട്ടിൽ വരണം കാണണമെന്ന് എഴുതി വെക്കുവാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും തിരിച്ച് പപ്പി വരുമ്പോഴത്തേക്കും സത്യ ഇതുപോലെ തന്നെ മിസ് വാഷ്റൂമിൽ പോകണമെന്ന് ചോദിക്കുമ്പോഴത്തേക്കും സത്യം അങ്ങ് പോവാണ്. പോയിട്ട് പപ്പി എന്താക്കി എഴുതി വന്നിട്ട് കഥവൊക്കെ ആദ്യം പുറത്ത് നോക്കിയിട്ടൊന്നും കാണില്ല. പെട്ടെന്ന് നോക്കുമ്പോൾ അകത്ത് നോക്കുമ്പോഴത്തേക്കും കാണുന്നുണ്ട് സത്യം എഴുതി വെച്ചിരിക്കുന്നത് വീട്ടിൽ വരണം അത്യാവശ്യമായിട്ട് ഒരു കാര്യം സംസാരിക്കണമെന്ന് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇത് മനസ്സിലാക്കിയിട്ട് എന്താണ് സത്യം അതിനാ എന്തിനായിരിക്കുമെന്ന് ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെടുന്ന വിചാരിക്കുമോ? റിവ്യൂ എല്ലാവരും കാണുമോ, ലൈക്ക് ചെയ്യുമോ, ഷെയർ ചെയ്യുമോ, സബ്സ്ക്രൈബ് ചെയ്യുമോ. താങ്ക്